ഈ വെർമസലി ബൈറ്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആകെ നമുക്ക് 3 ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. 2 കപ്പ് വെർമസലി വേണം, 1/2 കപ്പ് ബട്ടർ വേണം, പിന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് വേണം. ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഹോം മെയ്ഡാണ്. നമ്മൾ പാത്രം ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ചിക്കനാണ് ബട്ടർ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് വെർമസലി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ആ വെർമസല്ലി ഒന്ന് ബട്ടറിലിട്ട് നല്ല ഇതാക്കിയിട്ട് അതുകൊണ്ട് കുറേ ടൈമൊന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബട്ടറൊക്കെ അതിൽ നല്ലോണം ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൽ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം. ഈ കണ്ടൻസ് മിൽക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് തിക്കാണ്, അപ്പോൾ അതൊന്ന് മിക്സായിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി തിക്കായതുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അത് നല്ലോണം എല്ലായിടത്തും ആ കണ്ടൻസ് മിൽക്ക് പറ്റുന്ന നല്ലോണം സ്പ്രെഡ് ചെയ്ത് തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത്രയേ ഉള്ള ആ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. നമ്മൾ വെർമസലി ബൈറ്റ്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഒരു സ്വീറ്റാണ്. ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാം. ഇപ്പം ഞാനൊരു റൗണ്ട് ഹാഫ് സർക്കിൾ പോലെ ഒരു ഷേപ്പിലാണ് ആക്കി എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് നട്ട്സ്, ഇപ്പോൾ ബദാമോ പിസ്തയോ ഒക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റും കൂടെ ചെയ്യാം. ഇനി അടുത്ത കണ്ടൻസ് മിൽക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ആകെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ആദ്യമായിട്ട് നമ്മൾ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാത്രത്തിലോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ ആഡ് ചെയ്തിട്ട് അതിലോട്ട് അപ്പം തന്നെ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക, സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഫുള്ള് മെൽറ്റാവും. ആ ഷുഗർ ആ വെള്ളത്തിൽ കിടന്ന് ഫുള്ള് മെൽറ്റായിട്ട് വരും. എന്നിട്ട് മെൽറ്റായി പിന്നെ വെള്ളം ചെറുതായിട്ട് ബോയിൽ ആവാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയിരിക്കുന്ന പാൽപ്പൊടി, മിൽക്ക് പൗഡർ അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ മിൽക്ക് പൗഡർ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ളായിട്ട് ചേർക്കല്, പാർട്ടായിട്ട് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എന്താ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ചെറിയ അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത്. അതിന് വേണ്ടിയാണ് നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളെ കണ്ടൻസ് മിൽക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.